വെൽക്കം ടു എൻ എസ് അക്കാഡമി. ടൈപ്സ് ഓഫ് സെൻറ്റൻസിൻ്റെ പാർട്ട് 2 ആണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പം നമ്മൾ ആദ്യം പഠിച്ചു കഴിഞ്ഞത് ടൈപ്സ് ഓഫ് സെൻറ്റൻസിൻ്റെ പർപ്പസിൻ്റെ അടിസ്ഥാനത്തിൽ തിരിച്ചിരിക്കുന്നതിനാണ്. ഇന്ന് സ്ട്രക്ചറിൻ്റെ അടിസ്ഥാനത്തിൽ സെൻറ്റൻസുകൾ തിരിച്ചിരിക്കുന്നതാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ പാർട്ട് 1 കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ കണ്ടതിന് ശേഷം ഇത് കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. സെൻറ്റൻസുകളെ സ്ട്രക്ചറിൻ്റെ അടിസ്ഥാനത്തിൽ 3ആയി തരംതിരിക്കാം. അവ ഏതൊക്കെയാണ്? സിമ്പിൾ സെൻറ്റൻസ്, കോമ്പൗണ്ട് സെൻറ്റൻസ് ആൻഡ് കോംപ്ലക്സ് സെൻറ്റൻസ്. സിമ്പിൾ സെൻറ്റൻസ്, കോമ്പൗണ്ട് സെൻറ്റൻസ്, കോംപ്ലക്സ് സെൻറ്റൻസ്. ആദ്യത്തേത് സിമ്പിൾ സെൻറ്റൻസ് എന്താണെന്ന് നോക്കാം. സിമ്പിൾ സെൻറ്റൻസ് പറഞ്ഞാൽ ഒരു സബ്ജക്റ്റും ഒരു വെർബും മാത്രമുള്ള വാക്യങ്ങളെയാണ് എന്ത് പറയുന്നത്? സിമ്പിൾ സെൻറ്റൻസ്. ഒരു സബ്ജക്റ്റും ഒരു വെർബും മാത്രമാണ് സിമ്പിൾ സെൻറ്റൻസിലുള്ളൂ. അപ്പോൾ നമുക്ക് എക്സാമ്പിൾ നോക്കാം. ഷീ ഈസ് ഡാൻസിങ്. ഷീ ഈസ് ഡാൻസിങ്. ഇവിടെ ഷീ ആണ് സബ്ജക്റ്റ്, അതുപോലെ ഡാൻസിങ് വെർബ്. അങ്ങനെ ഒരു സബ്ജക്റ്റ് ഒരു വെർബ് മാത്രമുള്ള വാക്യമാണ് എന്ത്? സിമ്പിൾ സെൻറ്റൻസ്. അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. ഗ്രേസ് ഓപ്പൺ ദ ഡോർ. ഗ്രേസ് ഓപ്പൺ ദ ഡോർ. ഇവിടെ ഗ്രേസ് സബ്ജക്റ്റ്, ഓപ്പൺ വെർബ്. അപ്പോൾ ഇതുപോലെ വരുന്ന സെൻറ്റൻസുകളാണ് സിമ്പിൾ സെൻറ്റൻസ് എന്ന് പറയുന്നത്. അതായത് ഇൻഡിപെൻഡൻ്റ് ആയ ലക്ഷണമൊത്ത സെൻറ്റൻസുകളാണ് സിമ്പിൾ സെൻറ്റൻസ്. അടുത്തത് കോമ്പൗണ്ട് സെൻറ്റൻസ് എന്താണെന്ന് നോക്കിയാലോ. രണ്ടോ അതിലധികമോ ഇൻഡിപെൻഡൻറ്റ് ക്ലോസുകളുള്ള സെൻറ്റൻസുകളെ കോമ്പൗണ്ട് സെൻറ്റൻസുകൾ എന്ന് വിളിക്കുന്നു. രണ്ടോ അതിലധികമോ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ക്ലോസുകളുള്ള ആ സെൻറ്റൻസുകളെയാണ് കോമ്പൗണ്ട് സെൻറ്റൻസുകൾ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഐ ആം ഗുഡ് അറ്റ് സ്വിമ്മിങ് ബട്ട് ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ്. അതുപോലെ തന്നെ ഇറ്റ് വാസ് റെയിനിങ് സോ ഐ ടുക്ക് ആൻ അംബ്രല്ല. ഇവിടെ ഐ ആം ഗുഡ് അറ്റ് സ്വിമ്മിങ് അതൊരു സെൻറ്റൻസ് അല്ലേ. അതുപോലെ ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ് അത് വേറൊരു സെൻറ്റൻസ്. അപ്പോൾ ഈ രണ്ട് സെൻറ്റൻസുകൾ തമ്മിൽ യോജിപ്പിക്കുന്ന ഒരു കൺജങ്ഷൻ ഉണ്ടല്ലോ അവിടെ, അതേതാണ്? ബട്ട്. അപ്പോൾ ഐ ആം ഗുഡ് അറ്റ് സ്വിമ്മിങ് ബട്ട് ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ്. അപ്പോൾ ഇങ്ങനെ വരുന്ന ഈ സെൻറ്റൻസുകളാണ് എന്ത് പറയുന്നത്? കോമ്പൗണ്ട് സെൻറ്റൻസ്. അതായത് രണ്ട് സെൻറ്റൻസുകളെ തമ്മിൽ യോജിപ്പിക്കുന്നു. രണ്ടോ അതിലധികമോ വരുന്ന ഇൻഡിപെൻഡൻറ്റ് ക്ലോസുകളുള്ള സെൻറ്റൻസുകളെ കോമ്പൗണ്ട് സെൻറ്റൻസുകൾ എന്ന് പറയുന്നു. അപ്പോൾ ഇവിടെ രണ്ട് ഇൻഡിപെൻഡൻറ്റ് സെൻറ്റൻസാണ് ഇത്. ഐ ആം ഗുഡ് അറ്റ് സ്വിമ്മിങ്, ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ്. അതിൻ്റെ ഇടയ്ക്കാണ് എന്ത്? കൺജങ്ഷൻ ബട്ട് വന്നത്. അപ്പോൾ ഈ സെൻറ്റൻസുകൾ എന്ത് പറയുന്നു? കോമ്പൗണ്ട് സെൻറ്റൻസ്. അടുത്തത് പറഞ്ഞേക്കുന്നത് ഇങ്ങനെയാണ്. ഇത് ഇറ്റ് വാസ് റെയിനിങ് സോ ഐ ടുക്ക് ആൻ അംബ്രല്ല. അവിടെ കൺജങ്ഷൻ വന്നേക്കണ ഏതാണ്? സോ. അപ്പോൾ രണ്ട് സെൻറ്റൻസുകൾ തമ്മിൽ യോജിപ്പിക്കുന്നു. ഇറ്റ് വാസ് റെയിനിങ് സോ ഐ ടുക്ക് ആൻ അംബ്രല്ല. അപ്പോൾ ഇതാണ് കോമ്പൗണ്ട് സെൻറ്റൻസ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് കോമ്പൗണ്ട് സെൻറ്റൻസുകളെ യോജിപ്പിക്കുന്ന കൺജങ്ഷനുകൾ ഏതാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് നമുക്കതിനൊരു കോഡ് പഠിച്ച് വയ്ക്കാം. ഫാൻ ബോയ്സ്. ഫാൻ ബോയ്സ് എന്ന് പറഞ്ഞാൽ എഫ് ഫോർ, എ ആൻഡ്, എൻ നോർ, ബി ബട്ട്, ഒ ഓർ, വൈ എറ്റ്, എസ് സോ. ഇതുകൂടാതെ അതർവൈസ്, therefore, else, while, whereas, still, nevertheless, however, as well as ഇവയെല്ലാം കൺജങ്ഷനുകളായി ഉപയോഗിക്കുന്നു. ഇപ്പോൾ നമ്മൾ രണ്ട് ടൈപ്പ് സെൻറ്റൻസുകളെ കുറിച്ചാണ് പഠിച്ചത്. അതേതൊക്കെയാണ്? സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് സെൻറ്റൻസ്. അടുത്തത് കോംപ്ലക്സ് സെൻറ്റൻസിനെ കുറിച്ച് പഠിക്കാം. ഒരു ഡിപ്പെൻഡൻറ്റ് ക്ലോസും ഒരു ഇൻഡിപെൻഡൻറ്റ് ക്ലോസും ഉൾക്കൊള്ളുന്ന വാചകങ്ങളാണ് കോംപ്ലക്സ് സെൻറ്റൻസ്. എന്താണ്? ഒരു ഡിപ്പെൻഡൻറ്റ് ക്ലോസും ഒരു ഇൻഡിപെൻഡൻറ്റ് ക്ലോസും ഉൾക്കൊള്ളുന്ന വാചകങ്ങളെയാണ് കോംപ്ലക്സ് സെൻറ്റൻസ് എന്ന് പറയുന്നത്. ഇനി നിങ്ങൾക്ക് എക്സാമ്പിളോട് നോക്കിക്കഴിയുമ്പോൾ കുറച്ചുകൂടി മനസ്സിലാവും. വെൻ ഹീ സോ ദ പോലീസ് ഹീ റാൻ എവേ. വെൻ ഹീ സോ ദ പോലീസ് അത് ഒരു ഡിപ്പെൻഡൻറ്റ് ക്ലോസ് ആണ്. ഹീ റാൻ എവേ അതാണ് മെയിൻ ക്ലോസ്. അപ്പോൾ വെൻ ഹീ സോ ദ പോലീസ് ഹീ റാൻ എവേ. വെൻ ഹീ സോ ദ പോലീസ് എന്ന് പറയുമ്പോൾ അവിടെ ഒരു സെൻറ്റൻസ് കംപ്ലീറ്റ് ആവുന്നില്ലല്ലോ. ഹീ റാൻ അവേ അവൻ ഓടി രക്ഷപ്പെട്ടു അതാണ് മെയിൻ ക്ലോസ്. അപ്പോൾ അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ക്ലോസ് ആണ് ഇത്. വെൻ ഹീ സോ ദ പോലീസ് അവൻ പോലീസിനെ കണ്ടപ്പോൾ അവൻ ഓടി രക്ഷപ്പെട്ടു. അപ്പോൾ ഡിപ്പെൻഡൻറ്റ് ക്ലോസ് ആണ് ഇത് വെൻ ഹീ സോ ദ പോലീസ്. മെയിൻ ക്ലോസ് ഏതാണ്? ഹീ റാൻ അവേ. അപ്പോൾ ഒരു ഇൻഡിപെൻഡൻറ്റ് ക്ലോസും ഒരു ഡിപ്പെൻഡൻറ്റ് ക്ലോസും ഉൾക്കൊള്ളുന്ന വാചകങ്ങളാണ് എന്ത്? കോംപ്ലക്സ് സെൻറ്റൻസ്. ഒരു എക്സാമ്പിളോട് നോക്കാം. മെർലിൻ ഹാസ് എ പിയാനോ വിച്ച് പ്ലേസ് വെൽ. ഇവിടെ ഇൻഡിപെൻഡൻറ്റ് ക്ലോസ് ഏതാണ്? മെർലിൻ ഹാസ് എ പിയാനോ. ഡിപ്പെൻഡൻറ്റോ? വിച്ച് പ്ലേസ് വെൽ. അപ്പോൾ ഇങ്ങനെ രണ്ട് ക്ലോസുകൾ വരുന്ന സെൻറ്റൻസുകളാണ്. അതായത് ഡിപ്പെൻഡൻറ്റും ഇൻഡിപെൻഡൻറ്റുമായിട്ട് വരുന്ന ക്ലോസുകളുള്ള
സെൻറ്റൻസുകളാണ് എന്ത് പറയുന്നത്? കോംപ്ലക്സ് സെൻറ്റൻസ്. സ്ട്രക്ചറിൻ്റെ അടിസ്ഥാനത്തിൽ സെൻറ്റൻസുകളെ തരംതിരിച്ചിരിക്കുന്നതിനെക്കുറിച്ച് പഠിച്ചത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻസിൽ പറയുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്